അഡ്വക്കേറ്റ് എൻ ലാൽകുമാർ, പ്രതിപക്ഷം അപ്പോൾ ഒളിച്ചോട്ടം നടത്തുകയായിരുന്നു, നാടകം കളിക്കുകയായിരുന്നു. കേന്ദ്രത്തിനെതിരെ ഒന്നും പറയാൻ പറ്റാത്തത് കൊണ്ട് ബി ജെ പി അംഗങ്ങൾ ഇല്ലാത്ത സഭയിൽ കോൺഗ്രസ് അവരുടെ തനി സ്വഭാവം കാണിക്കുകയായിരുന്നു. ബി ജെ പിയുടെ അഭിപ്രായം നടപ്പിലാക്കാനുള്ള ഒരു അവകാശം അവർക്കാണ് എന്നത് സി പി എം എപ്പോഴും പറയുന്നതാണ്. അതവർ പ്രകടിപ്പിക്കുകയായിരുന്നു. മറ്റൊന്ന്, വി ഡി സതീശനെതിരെയുള്ള ആരോപണം, ഒരക്ഷരം പോലും അദ്ദേഹം അതിന് മറുപടി പറയാതെ പോവുക എന്നതുകൂടി ഉണ്ടായിരുന്നു. അത് രണ്ടും നടന്നു. ഈ അടിയന്തര പ്രമേയം അത് അനുവദിക്കില്ല എന്ന് അറിഞ്ഞിട്ടും അവിടെ അവതരിപ്പിച്ചു. അത് അനുവദിച്ചില്ല, ബഹിഷ്കരിച്ചു. വെള്ളിയാഴ്ചകളിൽ നടക്കാത്ത നാടകം. ഞാന് സേനാപതി വേണു പറഞ്ഞ ഒരു കാര്യം ഞാൻ വളരെ ജാഗ്രതയോട് കേൾക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, പി വി അൻവർ ഉന്നയിച്ചത് സഭയ്ക്കകത്തല്ലേ, സഭയ്ക്ക് പുറത്ത് അദ്ദേഹം എന്തുകൊണ്ട് ഉന്നയിച്ചില്ല, അദ്ദേഹത്തിന് ഇമ്മ്യൂണിറ്റി കിട്ടും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കാൻ ശ്രമിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ആരോപണം ഉന്നയിച്ച ദിവസം തന്നെ അൻവർ പല ചാനലുകളിലും ഇത് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പല ഡിസ്കഷനുകളിലും പങ്കെടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളൊരു ലിറ്റിഗേഷനോ നോട്ടീസ് അയക്കാനോ ഡീഫമേഷന്റെ കോമ്പൻസേഷൻ ചോദിക്കാനോ ഒക്കെ ആണെങ്കിൽ അതിനുള്ള സ്കോപ്പ് ഉണ്ട്. ഒരു ആർഗ്യുമെന്റ് കൊണ്ടുവരുമ്പം അവിടെ മാത്രമേ പറഞ്ഞുള്ളൂ, പുറത്ത് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നുള്ള ചോദ്യത്തിന് മറുപടി പുറത്ത് അൻവർ പറഞ്ഞിട്ടുണ്ട്. കാര്യം അദ്ദേഹം പല എനിക്കൊന്ന് റിപ്പോർട്ടർ ചാനലിലാന്ന് തോന്നുന്നു അദ്ദേഹം അന്ന് ഈ വിഷയത്തെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിച്ചു. അന്നത്തെ അദ്ദേഹം ചർച്ചയിൽ പങ്കെടുത്തു. അപ്പൊ അങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ രീതിയിൽ ലിറ്റിഗേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ലിറ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യാനും പ്രതിപക്ഷ നേതാവിനെ ഡീഫെയിം ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നോട്ടീസ് അയക്കാനും ഒക്കെ ഇനി അവസരമുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് നടന്നിട്ടില്ല, പുറത്തു ആയിരുന്നെങ്കിൽ ഞങ്ങൾ എന്തോ ചെയ്തു കളയും എന്ന് പറഞ്ഞതിന്റെ പുറത്തും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ ഇനീഷ്യേറ്റ് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. ആകുമ്പം നമുക്ക് കേൾക്കാനൊക്കെ ഒരു രസമുണ്ടല്ലോ. പിന്നെ ഇവിടെ വന്നിരിക്കുന്ന അടുത്തൊരു വിഷയം, ലാൽകുമാർ, അതായത് ഇന്ന് നിയമസഭയിൽ വേണമെങ്കിൽ ഈ കാര്യം മറുപടി പറയാമായിരുന്നു, ഫ്ലോറിൽ തന്നെ അവതരിപ്പിച്ചതല്ലേ എന്ന് പ്രകാശൻ മാസ്റ്റർ പറയുന്നുണ്ടായിരുന്നു. വേണമെങ്കിൽ അങ്ങേക്ക് അവിടെ കേട്ട് രസിക്കാനുള്ള ഒരു അവസരം അവിടെ ഉണ്ടാകുമായിരുന്നു. അത് എന്തുകൊണ്ട് ആ ഭാഗ്യം അങ്ങേക്ക് ഇല്ലാതെ പോയി? അല്ല, എന്നിൽ നിന്ന് പോയോ? ലാൽകുമാറിനോടാണ് ഞാൻ ചോദിച്ചത്. അല്ല, എനിക്ക് കേട്ട് രസിക്കേണ്ട കാര്യമൊന്നുമില്ല ഈ കാര്യത്തിൽ. മനസ്സിലാക്കൂ, ഒരാള് പണം വാങ്ങി എന്നുള്ള ഒരു വിഷയം വരുന്നു, അതിനകത്ത് എനിക്കിപ്പോൾ രസിക്കേണ്ട കാര്യമൊന്നും. പക്ഷേ എന്റെ പോയിന്റ് എന്താണ്? എന്റെ പോയിന്റ്, കോൺഗ്രസിന്റെ പ്രതിനിധി ശ്രീ സേനാപതി വേണു മുന്നോട്ട് വെച്ച വാദം പുറത്തായിരുന്നു എങ്കിൽ എന്നുള്ളൊരു കണ്ടൻഷനിലെ അദ്ദേഹം വെച്ചത്. എന്തുകൊണ്ട് അദ്ദേഹം പി വി അൻവർ രക്ഷപ്പെടാൻ വേണ്ടി അകത്ത് പറഞ്ഞു അദ്ദേഹത്തിന് ലെജിസ്ലേറ്റീവ് ഇമ്മ്യൂണിറ്റി കിട്ടും എന്നൊക്കെയാണ് പറയുന്നത്. കിട്ടില്ല, പുറത്ത് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അത് മാത്രമല്ല, ഈ പറയുന്ന പ്രിവിലേജ് കമ്മിറ്റിയെ കുറിച്ചൊക്കെ സേനാപതി വേണുവിന് അറിയാൻ വയ്യാത്തതൊന്നുമല്ല. ചുമ്മാ അങ്ങനെ ഒരാൾക്കെതിരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞൊന്നും നീങ്ങാൻ പറ്റില്ല. എത്തിക്സ് കമ്മിറ്റി ഉണ്ട്, പ്രിവിലേജ് കമ്മിറ്റി ഉണ്ട്, തെറ്റിദ്ധരിപ്പിക്കാതിരിക്കാനുള്ള കാര്യങ്ങളുണ്ട്. അങ്ങനെ ഒത്തിരി മെത്തേഡ്സ് ഉണ്ട് ലെജിസ്ലേറ്റീവ് അസംബ്ലിക്ക്. അതവിടെ നിൽക്കട്ടെ. അടുത്തത് പ്രകാശ് മാസ്റ്റർ പറഞ്ഞാണ് ഏറ്റവും വലിയ പോയിന്റ്. നിങ്ങളൊരു മോഷൻ മൂവ് ചെയ്ത് ഒരു റോങ് റൂൾ ഇട്ട് നിങ്ങൾ മോഷൻ മൂവ് ചെയ്യുക, കൃത്യമായി അറിയാവുന്നൊരു വിഷയം വെച്ചാൽ ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡിയുടെ മുന്നിൽ ഇരിക്കുന്ന ഒരു വിഷയം, അത് ഈ റൂൾ ഇട്ടാൽ ഡിസ്കസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് വ്യക്തതയുള്ള സ്ഥിതിക്ക് എന്തുകൊണ്ടത് അങ്ങനെ ഇട്ടു? അപ്പൊ ഞാൻ അതിനെ കാണുന്നത്, അവർക്ക് ഇന്ന് വാക്കൗട്ട് നടത്തണമായിരുന്നു. അത്രേ ഉള്ളൂ. അവർക്കിന്ന് വാക്കൗട്ട് നടത്തണമായിരുന്നു. അതൊരു രാഷ്ട്രീയ ഒരു പ്രകടനം കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അതിൻ്റെ 1-2 കാര്യങ്ങൾ ഞാൻ അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാം. ഇവരെ കോൺഗ്രസ്സുകാര് കുറെ നാളുകളായി നമ്മുടെ സംസ്ഥാനത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് CPI-യും BJP-യും തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് ആണ്. ഇതല്ലേ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇപ്പം ആരും തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ്? കേന്ദ്ര സർക്കാർ, BJP ഭരിക്കുന്ന സർക്കാരാണ്. അവർക്കെതിരെ ഒരു നയം അല്ലെങ്കിൽ ഒരു റെസൊല്യൂഷൻ നമ്മൾ പാസ്സാക്കാൻ ശ്രമിക്കുന്നു. ഈ സംസ്ഥാനമാണ് പാസ്സാക്കുന്നത്, കോൺഗ്രസോ CPI-യോ അല്ല പാസ്സാക്കുന്നത്. ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന് പറഞ്ഞാൽ എല്ലാവരോടും ചേർന്നാണ്. അങ്ങനെ പാസ്സാക്കാൻ ശ്രമിക്കുമ്പം
അതിൽ CPIM മാത്രമായി വരുന്നു, കോൺഗ്രസ് ഇല്ലാതായി വരുന്നു. നോക്കൂ, അതൊരു വലിയ പ്രശ്നമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ല? എനിക്കതൊരു പ്രശ്നമായിട്ട് തന്നെയാണ് തോന്നുന്നത്. അപ്പം അത് അവർക്കൊരു പ്രശ്നമേ അല്ല എന്നിടത്താണ് പ്രകാശ് മാസ്റ്റർ പറയുന്ന അല്ലെങ്കിൽ CPIM പറയുന്ന വാദത്തിന് ഒരു പ്രസക്തി ഉണ്ടാകുന്നു. അഡ്ജസ്റ്റ്മെന്റ് ആര് തമ്മിൽ നടക്കുന്നു എന്നാലോചിച്ചാൽ മതി. ഇനി അഡ്ജസ്റ്റ്മെന്റിനെ കുറിച്ചൊക്കെ കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ ഇപ്പൊ പോണ്ട, കുറച്ച് നാളുകൾക്ക് മുമ്പ്, കഴിഞ്ഞ ഈ സർക്കാർ വരുന്നതിന് മുമ്പ് തൊട്ടു മുമ്പ് നടന്ന ചർച്ചകൾ കേരളത്തിൽ എടുത്താൽ, ഞാൻ ഉൾപ്പെടെ പങ്കെടുത്ത ചർച്ചകളിൽ BJPയുടെ വാദവും കോൺഗ്രസിന്റെ വാദവും ഒന്നായി വരുന്ന സ്വർണ്ണക്കടത്ത് ചർച്ചകളൊക്കെ പലതും ഉണ്ടായിരുന്നു. കാര്യം ഇവരുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ കോൺഗ്രസിനും ബാക്കിയുള്ളവർക്കും ഒക്കെ ഞാൻ ആ വീഡിയോ അയച്ചിട്ടുണ്ടായിരുന്നു, കിട്ടിയില്ല എന്നൊക്കെ പറയുന്നത് വരെ നമ്മൾ ഇവരുടെ അനുഭാവികളിൽ നിന്ന് വരെ നമ്മൾ കേട്ടതാണ്. ഇതൊരു സത്യമാണ്. അപ്പം ശക്തമായി കോൺഗ്രസിനെ BJP എതിർക്കുന്ന ഒരു സാഹചര്യം വരുന്നു. ആ സാഹചര്യത്തിൽ തൊടാതിരിക്കുന്ന കോൺഗ്രസിനെ നമ്മൾ കാണുന്നതാണ്. പോട്ടെ, സേനാപതി വേണു പറഞ്ഞ ഒരു പോയിന്റ് നമുക്ക് വളരെ റെലവെന്റ് ആയിട്ട് എടുക്കാം. കാര്യം CPIM-നോടൊപ്പം ചേർന്ന് അവർക്ക് ഒരു സമരം ചെയ്യാൻ താല്പര്യമില്ല, ഇതാണല്ലോ അദ്ദേഹം പറഞ്ഞത്. ശരി, അങ്ങനാണെങ്കിൽ ഇവർ കേന്ദ്രത്തിനെതിരെ ഈ പറയുന്ന മോഡി സർക്കാർ വന്നതിന് ശേഷം കഴിഞ്ഞ 9 വർഷത്തിൽ ചെയ്ത ഒരു 9 സമരത്തിന്റെ ലിസ്റ്റ് എടുക്കാവോ? ഞാൻ ചോദിക്കുന്നത്, കഴിഞ്ഞ 9 വർഷത്തിൽ ഒരു 9 സമരം, വർഷത്തിൽ ഒരെണ്ണം ചെയ്തതിന്റെ കണക്കുണ്ടോ ഇവരിൽ? ഞാൻ പറഞ്ഞില്ലെന്ന്. ഇപ്പൊ ഈ പറയുന്ന, ഇപ്പൊ ഞങ്ങൾക്ക് കേന്ദ്രത്തിനെതിരെ CPIM-നോടൊപ്പം ചേർന്ന് സമരം ചെയ്യാൻ താല്പര്യമില്ല. ഇവർ പക്ഷെ വേറെ സമരമൊന്നും ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. ഇപ്പൊ ഗവർണർ വിഷയത്തിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞതിന്റെ ശക്തിയിൽ ഇവരൊരു കാര്യം പറയുന്നുണ്ടോ? സംഘപരിവാറിന്റെ ആളായി വർക്ക് ചെയ്യുന്ന ഗവർണറെ യൂത്ത് കോൺഗ്രസിന്റെ പരിപാടിക്കകത്ത് വരെ വിളിച്ചു. എന്നിട്ട് പറയുന്ന ഗവർണറും CPIM തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് ആണ്, അല്ലെ മുഖ്യമന്ത്രി തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് ആണ്. പക്ഷെ ഇപ്പൊ ഈ വാദത്തിനകത്തെ പ്രശ്നം ഗവർണറും CPIM തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് ആണ്, പക്ഷെ ഗവർണറെ മീറ്റിങ്ങിന് വിളിക്കുന്ന കോൺഗ്രസ് ആണ്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് അതിനകത്തൊരു വൈരുദ്ധ്യം തോന്നില്ലേ? ഇത് കുറെ നാളുകളായി സംസ്ഥാനത്ത് നടക്കുന്ന ഒരു വിഷയമാണ്. നോക്കൂ, ഇവർ പറയുന്ന കാര്യങ്ങളിൽ മെറിറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് ആൾക്കാർ ശ്രദ്ധിക്കുന്നു പോലുമില്ല. കാര്യം ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നല്ല ശതമാനം കാര്യങ്ങൾ കള്ളത്തരമാണ്. കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്തെ അധികാരം പോയിരിക്കുന്നതിന്റെ വിഷമം, അതിന് എങ്ങനെയും തിരിച്ചു പിടിക്കാനായി അവർ ഉള്ളതും ഇല്ലാത്തതും എല്ലാം കൂടെ ചേർന്ന് പറയുന്ന ഒരു സാഹചര്യം ഈ സംസ്ഥാനത്തുണ്ട്. ഇപ്പൊ ഇവർ പറയുന്ന ഒരു കാര്യത്തിൽ ഒരു മെറിറ്റ് ഉണ്ടെന്നിരിക്കട്ടെ, അതുപോലും ആൾക്കാർ ശ്രദ്ധിക്കത്തില്ല. നോക്കൂ, മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നു. മാധ്യമങ്ങൾക്ക് വേറെ തൊഴിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ പറയത്തുള്ളൂ. കാര്യം കേരളത്തിലെ മാധ്യമങ്ങൾക്ക് പ്രത്യേകിച്ച് വേറെ തൊഴിലൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവര് വിവാദത്തിന്റെ പുറകെ പോവുക, ഒരു സത്യവും പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, അവർക്ക് റേറ്റിംഗ് കൂട്ടി നിൽക്കണം. ഇന്നാണെങ്കിൽ ആനയുടെ പുറകെയാണ്. ആന തിരിഞ്ഞു, ആന സ്റ്റെപ്പ് 3 വെച്ചു, അത് കഴിഞ്ഞ് 2 സ്റ്റെപ്പ് പുറകോട്ട് വെച്ചു. ഇതൊക്കെ കേരളത്തിലെ ഒരു വലിയ വിഷയമാണ്. ആന കേരളത്തിലെ 24/7 വർക്ക് ചെയ്യുന്ന മാധ്യമങ്ങളുടെ കാര്യമായി പറയുന്നത്. ബാക്കിയുള്ള ഈ രാജ്യത്ത് എന്ത് സംഭവിച്ചു, ഈ സംസ്ഥാനത്ത് എന്ത് സംഭവിച്ചു എന്നൊന്നും ആർക്കും ഒന്നും അറിയത്ത് പോലുമില്ല. അപ്പൊ വിവാദങ്ങള്, സെൻസേഷനില്, വിഷ്വൽ എക്സ്പീരിയൻസ്, ഇതിന്റെ മാത്രം പുറകെ പോകുന്ന ദൃശ്യമാധ്യമ പ്രവർത്തകരുടെ മൂല്യങ്ങളും അല്ലെങ്കിൽ അവരുടെ മൊറാലിറ്റി ഒന്നും ഇങ്ങോട്ട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇതാരും ജനങ്ങളാരും മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല. കാര്യം മാധ്യമങ്ങൾ പറഞ്ഞതനുസരിച്ചായിരുന്നു ജനങ്ങൾ നിലപാടെടുക്കുന്നതെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഒരു കാരണവശാലും CPIM ജയിക്കില്ല. കോട്ട ഈ ജയിച്ചത് മാത്രമല്ല, പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും എല്ലാം ജയിച്ചു. ഇവിടെ ഒരിടത്തും ജയിക്കാൻ പാടില്ല. അപ്പൊ കാര്യങ്ങൾക്ക് ജനങ്ങൾക്ക് വ്യക്തതയുണ്ട്, അതിനകത്ത് ഒരു സംശയവും വേണ്ട. അത് വരാൻ പോകുന്ന ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തമാകുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ശരി.